വർക്കാവൂ പറഞ്ഞിട്ടൊരു വിഷൻ ബോർഡിന്റെ ഗൈഡൊക്കെ തന്നിന് ഇന്റെ വിഷൻ ബോർഡ് എന്തായി ഇപ്പൊ നമുക്ക് അനലൈസ് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ വിഷൻ ബോർഡ് ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യേണ്ട റിച്വൽസ് അതെനിക്ക് 2 മാസം മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഞാൻ തന്നെ ഇപ്പോഴാണ് എൻ്റെ വിഷൻ ബോർഡ് കുറച്ച് കാലത്തിന് ശേഷം അറിയില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ കരാട്ടെ സ്റ്റുഡൻ്റ് ആണ്. സോ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിലും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിന് മെഡൽ കിട്ടണം. മെഡൽ കിട്ടിയിട്ടുണ്ട്. ട്രോഫി വേണം, സർട്ടിഫിക്കറ്റ് വേണം. അത് 2 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കൊടുത്ത കരാട്ടേൻ്റെ ഗേൾ പ്രാക്ടീസ് ചെയ്യുന്ന പിക്ചർ എന്നുള്ളത് ഞാൻ മുന്നേ പഠിച്ച കത്തയിലെ 5th സ്റ്റെപ്പാണ്. സോ ആക്യുറേറ്റ് അതെന്ന് അറിഞ്ഞിട്ട് ഞാൻ കൊടുത്തിയൊന്നുമല്ല. പിന്നെയുള്ളത് അക്കാഡമിക് സക്സസ്. അതും ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാവരും നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഏർണിങ്സ് ഉണ്ടാക്കിയത് ഈ വർഷമാണ്. അതും നടന്നു. എനിക്ക് ഒരു അവാർഡ് ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിലും ഞാൻ അതിന് പോയി. ആൻഡ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്ത പിക്ചറുമായിട്ട് സിമിലർ ആയിട്ടുള്ള ട്രോഫി തന്നെയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് റാൻഡമായിട്ടൊരു പിക്ചർ കൊടുത്തതാണ്. ബട്ട് ഞാൻ ഫ്രണ്ട്സായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരും അത്ര തന്നെ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഫാമിലീൻ്റെ റിച്ച് ഇൻ ഫാമിലി പറഞ്ഞിട്ടൊരു പിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഇന്നാണ് ഇതിരുന്ന് എണ്ണിയത് ഇതിൻ്റെ അകത്ത് എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അത്ര തന്നെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ എനിക്കും ഉള്ളൂ. ഇതൊന്നും ഞാൻ വിഷൻ ബോർഡ് ആക്കുമ്പോൾ നോക്കി കൊടുത്തിട്ടില്ല. ഞാൻ റാൻഡമായിട്ട് കൊടുത്തതാണ്. ബട്ട് ആക്ച്വലി അത്ര ഉള്ളൂടാ. ഇതൊക്കെ ഞാനിപ്പോഴാണ് റിയലൈസ് ചെയ്യണേ. പിന്നെ സോളോ ഡേറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സോളോ ഡേറ്റിന് പോക്കുണ്ട്. കുറച്ചുകൂടി മെലിഞ്ഞ ഒരു ബോഡിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ ബോഡി ആ ഒരു ടോൺനെസ്സിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. ബട്ട് ഞാൻ ആക്ച്വലി മെലിഞ്ഞു. ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ മെലിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാം ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ എല്ലാം പറയാൻ പോയാൽ അതിന് തീരൂല. കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഗേളിനെ കണ്ടോ നിങ്ങൾ? ഈ ഗേളിൻ്റെ ഹെയർ അതുപോലെ തന്നെ ഫേസൊക്കെ കാണാൻ എൻ്റെതായിട്ട് സിമിലർ ആയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ നോക്കി കൊടുത്തതാണ്. അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമൊക്കെ ഭയങ്കര സർവൈവിങ് ഡേയ്സിന്. ബട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഐ എം ഫീലിംഗ് ബെറ്റർ. ബട്ട് ആ സർവൈവിങ് ഡേയ്സിലും ഐ തിങ്ക് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഈ വർഷം ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട്. വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാത്തിനും ഞാൻ ചിരിച്ചിട്ടുണ്ട്. ചിരിക്കുന്ന ഫേസും കൂടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര മതി. ബാക്കി നമുക്ക് പാർട്ട് 2 ഞാൻ ചെയ്യുവാണെങ്കിൽ അതിൽ ഞാൻ പറയാം. ഓക്കെ.